FIR ഇട്ടു. മതപരിവർത്തനത്തിന്റെ പേരിൽ ഒരു FIR ഇട്ടു. ഏതോ ഒരു വിക്രം സിംഗിന്റെ പേരിലാണ് ആ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ദക്ഷിണ കേരള മഹായിടവകയുടെ ഭാഗഭേദമായിരിക്കുന്ന റവറൻ ഗോഡ്വിൻ അച്ഛന്റെ പേര് ആ FIR ഇല്ല. 150 വർഷം മുമ്പ് തെക്കൻ കേരളത്തിൽ ക്രിസ്ത്യൻ മിഷണറി വര്യന്മാർ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒതുക്കപ്പെട്ടവരെയും വിദ്യാഭ്യാസമില്ലാത്തവർക്കും വിദ്യാഭ്യാസം നൽകുവാനും അവരെ പുരോഗതിയിലേക്ക് നയിക്കുവാനും നയിപ്പിച്ച പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നും ദക്ഷിണ കേരള മഹായിടവക എളിമപ്പെട്ടവരെയും ഒതുക്കപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ്. അത് മാറ്റമില്ലാത്ത വചനം നമ്മെ പഠിപ്പിച്ചതാണ്. മതപരിവർത്തനം നമ്മൾ ചെയ്യുന്നതല്ല, മതപരിവർത്തനത്തിന് താല്പര്യവുമില്ല. അങ്ങനെ എളിമപ്പെട്ടവരെയും ഒതുക്കപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന ദൗത്യവുമായി കഴിഞ്ഞ 10 വർഷമായി റവറൻ ഗോഡ്വിൻ അച്ഛൻ മധ്യപ്രദേശിലുണ്ട്. FIR പോലും പേരില്ലാതെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക, ജയിലിലടയ്ക്കുക, നീതി ലഭിക്കാതിരിക്കുക, അത് CD ഫയൽ കോടതിയിൽ കൊടുക്കാതിരിക്കുക, പോലീസ് മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 ലക്ഷത്തോളം ജനസംഖ്യ വരുന്ന ഈ വലിയ മഹായിടവകയിൽ ഇത് വളരെയധികം വേദന ഉളവാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ ഇത് അറിയിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള നടപടികൾ നമ്മൾ ചെയ്തു വരുന്നു. ഇന്നിതാ ഈ കേസ് വരികയാണ്. ഇന്ന് നമുക്ക് നിയമപാലകർ, നല്ല അഡ്വക്കേറ്റ്സ് ഒക്കെ വാദിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് നിയമം പരിപാലിച്ച് കിട്ടിയില്ലെങ്കിൽ ദക്ഷിണ കേരള മഹായിടവകയുടെ ജനങ്ങളും അജപാലക ശുശ്രൂഷയിലായിരിക്കുന്ന അച്ഛന്മാരും എല്ലാം പ്രതിഷേധവുമായി ഇറങ്ങുവാനാണ് നമ്മൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. അതിൽ എല്ലാ ജനങ്ങളും നമ്മളോട് സഹകരിക്കണമെന്ന്